ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നിതാ ഞാൻ വന്നത് മുട്ടയും ഉള്ളിയും കുക്കറിലിട്ടിട്ട് ഒന്നിച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായതാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാനിവിടെ 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്, കറിവേപ്പില, തക്കാളി, മുട്ട നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് മുട്ടയും ഉള്ളിയൊക്കെ നമ്മൾക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമ്മൾക്ക് സവാള ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ സവാള അരിഞ്ഞതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി നമ്മൾ എടുത്തിരുന്നല്ലോ, ആ തക്കാളി കൂടി അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി, പിന്നെ വെള്ളം 1/2 ഗ്ലാസ് മാത്രം, വെള്ളം കൂടി പോവണ്ട. പിന്നെ നമ്മളെ മുട്ട ഉണ്ടല്ലോ, മുട്ട ഇതിൻ്റെ മീതെ നമ്മൾക്ക് ഓരോന്ന് അങ്ങനെ വെച്ചെടുത്തിട്ട് ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, നൂൽപുട്ടുണ്ടല്ലോ അതുകൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ ഉള്ളൊരു നല്ല ട്രിക്കും കുഴച്ചെടുക്കാനുള്ളൊക്കെ ഒരു ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഇത് ഇടിയപ്പം അതുപോലെ ദോശ ഇതിൽക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മുട്ട റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ നമ്മളെ റെസിപ്പികളൊക്കെ കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. വലിയ സന്തോഷമൊക്കെ കാണുമ്പോഴൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബണ്ണപ്പം, മുട്ടപ്പം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പോൾ ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. വിസിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഇറക്കി വെച്ച് ഇനി ഇപ്പോൾ ഇതാ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. നമ്മളിവിടെ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിയിട്ട് പൊടിപ്പിച്ചെടുക്കൂലേ, ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ടൊക്കെ എപ്പോഴും വേണം. മാഷാ അല്ലാ അൽഹംദുലില്ലാ എല്ലാവരും സപ്പോർട്ടും ഇപ്പോൾ ഉണ്ട്, ഇത് തുടർന്നും വേണം. ഇപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൂടി നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യാറ് അത് നമ്മൾക്ക് എടുക്കുക. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ ഏതാ എടുക്കുന്നത് അത് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളം ഇതുപോലെ നല്ല വെട്ടി തിളപ്പിക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇങ്ങനെ വെട്ടി തിളച്ച വെള്ളം വേണം നമ്മൾക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കരുത്, കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് പാകത്തിന് അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് അങ്ങനെ വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി, എന്നിട്ട് പിന്നെ വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കരുത്, നമ്മൾ സിമ്മിലിട്ടിട്ടാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ തിളച്ച വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതങ്ങനെ വെള്ളമൊക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ ഒരു നൂൽപുട്ട് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ ഒരു നൂൽപുട്ടിൻ്റെ അച്ചി ഉണ്ടല്ലോ, എന്താ സേവനാഴി എന്നും പറയൂലേ, ആ നൂൽപുട്ടിൻ്റെ അച്ചിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മൾക്ക് അതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കഴിയും. അതങ്ങനെ ചുറ്റിച്ചെടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഇപ്പോൾ അത് ഞാൻ വീണ്ടും വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും കുറച്ചങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ തന്നെ ഒഴിച്ച് കൊടുക്കണം, മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാവൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവം വേണം കേട്ടോ ഇതാവാൻ. ഇപ്പോൾ ഇതാ എനിക്ക് പാകത്തിന് ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ കല്ലില്ലേ, ചെറിയ ഉരല് പോലെ ഈ ഒരു സംഭവം, ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഈ ചൂടോട് കൂടി തന്നെ നമ്മൾക്കത് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് നല്ല സോഫ്റ്റായി കിട്ടുക. ഇതില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കുത്തി കൊടുത്തിട്ട് പിന്നെ ഒന്നൊരു ടീസ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കൈ പൊള്ളൂല. ഇത് നമ്മൾ പത്തിരിയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കൈയൊന്നും പൊള്ളൂല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ തന്നെ ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഇതുപോലെ ഇങ്ങനെ ടീസ്പൂൺ വെച്ച് ഒന്ന് അടിയിലുള്ളതൊക്കെ ഒന്ന് ഇങ്ങോട്ട് മേലൊക്കെ ആക്കി കൊടുത്തിട്ട് നമ്മൾക്കൊന്ന് അതങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടി ആ ഉരൽ വെച്ചിട്ടൊന്ന് അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ കൈ വെച്ചിട്ടൊന്ന് അങ്ങനെ കുഴച്ചെടുക്കണം. നല്ല അങ്ങനെ നമ്മൾ ഭാരം കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇങ്ങനെ നല്ലൊരു പാകത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു തട്ടിലാണ് നൂൽപുട്ട് ചുട്ടെടുക്കാറ്. മറ്റേ നൂൽപുട്ടിൻ്റെ ആ ഒരു തട്ട് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഈ ഒരു തട്ടിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സേവനാഴി ഉണ്ടല്ലോ, ഇതിലും കൂടി എണ്ണ തടവി ഒന്ന് ബ്രഷ് എടുത്തൊന്ന് വരുതി കൊടുത്താലേ അതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതേപോലെ ഇവിടെ ഒന്ന് നമ്മൾ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക ആ ബ്രഷ് എടുത്തിട്ട്. ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഒരു ചില്ലുണ്ടാവുമല്ലോ അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഞാനത് അതിൽ നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഇതിങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഇതിങ്ങനെ വരുന്ന കൊഴിഞ്ഞ് വീഴുമ്പോൾ ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് നമ്മളെ ജോലി തീരും ചെയ്യും. ആദ്യമൊക്കെ എനിക്കൊന്നും ഇത്ര ഒരു അറിയില്ലായിരുന്നു കേട്ടോ. കൈയൊക്കെ ഭയങ്കര വേദനിക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ നൂൽപുട്ട് ഇവിടെ എനിക്ക് ഇക്കാക്കും മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്നിട്ട് അവർ പറയുമ്പോൾ മടിയായിരുന്നു ഉണ്ടാക്കാൻ, കൈ നല്ല വേദനിക്കുന്നു. ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ പണിയും കഴിയും കേട്ടോ. മറ്റേത് കുറേ പണിയുള്ള പോലെയാണ് ഈ നൂൽപുട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ അത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ചെമ്പിൽ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അടച്ചൊക്കെ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന്, കൂടുതലൊന്നും ടൈമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നെടുക്കുക. അപ്പോൾ നമ്മളെ നൂൽപുട്ടൊക്കെ നല്ല റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഈ തട്ടിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ, ചെമ്പിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ എടുക്കേണ്ടത്, ടീസ്പൂൺ കൊണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ വേഗം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളെ മുട്ടയും ഉള്ളിയൊക്കെ ഒറ്റ വിസിലടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണല്ലേ, അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങണില്ല ഞാൻ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ വാങ്ങാറ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാൻ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത്, പിന്നെ 2 പച്ചമുളകാണ് ഇട്ടെടുത്ത് കേട്ടോ. പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് തീർന്നു പോയതാണ്, അതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുമ്പോൾ ഫ്ലെയിം സിമ്മിൽ ഇടണം, അല്ലെങ്കിൽ ഓഫാക്കണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ 1.5 സ്പൂൺ ഇട്ട് എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. കുട്ടികളൊക്കെ ഉള്ളിടത്ത് 1 സ്പൂണൊക്കെ നമ്മൾ മുളക് പൊടി എത്ര എരിവ് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ സവാളയും തക്കാളിയും ഒക്കെ നമ്മൾ കുക്കറിലിട്ട് അടിച്ചിരുത്തില്ലേ, അതുകൂടി ഇതിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പോൾ ഞാനിതാ 2 സ്പൂണ് ചിക്കൻ മസാല, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റൊക്കെ ഇവിടെ ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടി ഇളക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതങ്ങനെ ഒരു തിള വരുമല്ലോ. അപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര ഒരു ഗ്രേവി മതി എന്നുള്ളതിലാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നല്ലോ, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റോ നമ്മൾക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതൊന്ന് കുക്കാക്കാം.
ഇപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾക്ക് ഇതിലൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ തോനെ ആളുള്ളടത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ. മുട്ടയൊക്കെ കൂട്ടിയെടുക്കുക. അതുപോലെ മുട്ട കൂട്ടിയെടുക്കുമ്പോൾ സവാളയും തക്കാളിയൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ അതാ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റിന്, സൂപ്പർ സ്മെല്ലും, എന്താ പറയുക, അപ്പം തന്നെ കൊതിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ അത് നമ്മളെ നൂൽപുട്ടും മുട്ട റോസ്റ്റും ഇവിടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.